ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു വളരെ പരിതാപകരമായ സംഭവം കേരളത്തിൽ ഈ അടുത്തിടയ്ക്ക് നടന്നിട്ടുണ്ട്. ഒരു 2 ദിവസം മുമ്പ് സംഭവിച്ചൊരു സംഭവം. അത് നമ്മുടെ കേരളത്തെ മൊത്തത്തിലൊന്ന് പിടിച്ചുലക്കിയ ഒരു സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ കേസ് അന്വേഷണങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇപ്പം എന്താണ് ഈ സംഭവം എന്നുള്ളത്. എല്ലാവരും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ വാർത്തകളെല്ലാം നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഹൃദയം പൊട്ടിയുള്ള ആ മാതാപിതാക്കളുടെ കരച്ചിൽ, ആ സഹോദരിയുടെ കരച്ചിൽ നമുക്ക് സഹിക്കുന്നില്ല ഇത് കണ്ടപ്പോൾ. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കാണല്ലോ ഇങ്ങനെ വർഗീയതയുടെ പേരിൽ അല്ലേ, ജാതി മത ഇതിൻ്റെ പേരിൽ വിദ്വേഷം അല്ലേ, അങ്ങനെയല്ലേ പറയണ്ടേ, മതവിദ്വേഷം അല്ലേ, അതിൻ്റെ പേരിൽ ഇങ്ങനൊരു പാവം പിടിച്ച ചെറുക്കൻ അവനെ അപമാനിച്ചു, ക്ലാസ്സിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചു, അവനെ ഒരുപാട് ചീത്ത വിളിച്ചു. അതായത് എന്താ, പുഴുത്ത പട്ടി, കറമ്പൻ, നാറി, കുളിക്കാത്തവൻ, പിന്നെ എന്തൊക്കെയാ, അച്ഛൻ്റെ ജോലി പറഞ്ഞിട്ട്, അച്ഛനൊരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്, അച്ഛൻ്റെ ജോലി പറഞ്ഞിട്ട് ആക്ഷേപിക്കുക, ക്ലാസ്സിലെ മറ്റെല്ലാ കുട്ടികളുടെയും എല്ലാ സ്റ്റുഡൻസിൻ്റെയും മുമ്പിൽ വെച്ചിട്ട് അച്ഛൻ്റെ അമ്മയുടെയും സിറ്റുവേഷൻ വെച്ചിട്ട് പരിഹസിക്കുക. അമ്മയ്ക്കൊരു സർജറി ഉണ്ടായിരുന്നു, ആ സർജറിയുടെ പേര് പറഞ്ഞിട്ട് അപമാനിക്കുക. പിന്നെ വേറെ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് എന്താ, നിതിൻ മരണപ്പെട്ട കേസാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെന്തൊക്കെയായിരുന്നു വെച്ചാൽ, നിതിന് ഇതുപോലെ ക്ലാസ്സിൽ എക്സാം പേപ്പറൊക്കെ കിട്ടുമ്പോഴത്തേക്കിനും അതിലെന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ആ പേപ്പർ ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും കയ്യിൽ പാസ് ചെയ്തിട്ട് അതിൽ മിസ്റ്റേക്സ് വായിച്ച് പിള്ളേരെ കൊണ്ട് ചിരിപ്പിക്കുക. പക്ഷെ ചിരിക്കാത്ത പിള്ളേരെ അടിച്ച് ചിരിപ്പിക്കുക. പിന്നെന്തൊക്കെയായിരുന്നു, ഇങ്ങനെ ഒരുപാട് പല രീതിയിലും ആ ചെറുക്കനെ ഇങ്ങനെ ആ സഹോദരനെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ സാറുമാർ. അവരുടെ പേരെന്തൊക്കെയാണ്, റാം പിന്നെ ശരിക്കും എനിക്ക് ഓർമ്മയില്ല, സംഗീതയോ എന്തോ സ്ത്രീയുടെ പേര്, ടീച്ചറുണ്ടല്ലോ. കിട്ടി ഗൈസ്. ഇവർ രണ്ടുപേരാണല്ലോ. ഈ 2 പിശാചുക്കൾ കാരണമാണ് ഇവരെയൊന്നും അധ്യാപകരെന്ന് വിളിക്കാൻ പറ്റത്തില്ല. എന്താ ഡോക്ടർ MK റാം, എന്തോ ഡോക്ടറാ ഇവനൊക്കെ, ഇവിടുത്തെ ഡോക്ടറാ ഇവനൊക്കെ. ആരാണ് PhD കൊടുത്തത്? ഡോക്ടർ MK റാം, ഡോക്ടർ സംഗീത, ഈ 2 ഇവർ. അങ്ങേര് മലയാളിയല്ല, അങ്ങേര് ആന്ധ്രക്കാരനാണെന്നാണ് ഇന്നത്തെ വാർത്തയിൽ കേട്ടത്. മറ്റേ അവർ മലയാളിയാണ്, സംഗീത നമ്പ്യാരെന്നും കണ്ട അവരുടെ പേര്. അപ്പോൾ ഈ 2 പിശാചുക്കളാണ് ആ ഒരു പാവം പിടിച്ച ചെറുക്കനെ പീഡിപ്പിച്ച് ആത്മഹത്യ ചെയ്യിപ്പിച്ചത്. ആത്മഹത്യ എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്, അല്ല ആത്മഹത്യ എന്നാണ് തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കേസ് ഞാൻ ആദ്യം ന്യൂസിൽ കണ്ടപ്പോഴേ കുറച്ച് എനിക്കൊരു ഐഡിയ കിട്ടി. അതായത് ഈ സഹോദരി കരയുമ്പം ആ ന്യൂസിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ സഹോദരി ബോഡി വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ സഹോദരി കരയുന്നതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നീ എൻ്റെ അടുത്ത് പറയുന്നതല്ലേ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനൊരു കാര്യം നിനക്ക് ചെയ്യണം, അത് നീ പറഞ്ഞില്ലല്ലോ, മനസ്സിലായില്ലേ, അത് പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുള്ളിക്കാർ പറയുന്നുണ്ട് അവനത് ചെയ്യത്തില്ല, കൊന്നതാണ് ഈ ടീച്ചേഴ്സ് അങ്ങനെ ചെയ്ത്, ഇങ്ങനെ പുള്ളിക്കാരി വിളിച്ച് പറയുന്നുണ്ട്. അത് ആ സമയത്ത് എത്ര പേര് അത് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല. അത് തന്നെയല്ല, മറ്റുള്ള ടീച്ചേഴ്സിൻ്റെയും കൂടെ പഠിച്ച സുഹൃത്തുക്കളുടെയും അയൽക്കാരുടെയും വീട്ടുകാരുടെയും ഒക്കെ സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാവും, നിതിൻ പഠിക്കാൻ നല്ല കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു, പഠിക്കാൻ മിടുക്കനായിരുന്നു. അതുപോലെ തന്നെ അവൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ BDSന് പഠിച്ചെടുത്തത്.
PDSന് അഡ്മിഷൻ കിട്ടി. അവിടെ പോയപ്പോൾ അവന് വലിയൊരു ആഗ്രഹമായിരുന്നു, ഡോക്ടർ ആവണമെന്ന് ഉള്ളത് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു ആഗ്രഹം വെച്ചിട്ട് വളരെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ഒക്കെ പഠിച്ചു വന്നൊരു കുട്ടി, ലോൺ എടുത്തൊക്കെ അല്ലേ പഠിച്ചു വന്നൊരു കുട്ടി, ഓക്കെ, ജാതി എന്തോ ആയിക്കോട്ടെ, അത്രയും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ഇല്ലാത്ത പൈസ ലോൺ എടുത്ത് പഠിച്ചു വന്ന ഒരു കുട്ടി ഈ ഒരു പീഡനത്തിൻ്റെ കാര്യം വെച്ചിട്ട് ആത്മഹത്യ ചെയ്ത് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? തന്നെയല്ല, അവൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഡോക്ടർ ആവുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു വലിയ അംബീഷനുള്ള സ്റ്റുഡൻസ് അവർക്ക് എന്തൊക്കെ ലൈഫിൽ വന്നു പോയാലും അവർ ആ ഒരു ലെവലിൽ എത്തിച്ചേരാനായിട്ടേ അവർ ശ്രമിക്കത്തുള്ളൂ. അത് തന്നെയല്ല, ഈ കുട്ടി അവിടെ കണ്ണൂർ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ അവിടെ പ്രശ്നങ്ങളുണ്ട്. റാഗിങ് ഉണ്ടായിരുന്നു, സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് റാഗിങ് ഉണ്ടായിരുന്നു. പിന്നാണ് അവിടെ ഈ സ്റ്റാഫിൻ്റെ, ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള റാഗിങ്. അപ്പം അത് കുറേ നാളുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പം ആത്മഹത്യ, അപ്പം വീട്ടുകാർ പറയുന്നുണ്ട്, അതായത് നിതിൻ്റെ സഹോദരിയുടെ ഭർത്താവ് പറയുന്നുണ്ട്, ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ അവൻ എപ്പോഴേ ചെയ്യായിരുന്നു. കാരണം പല കാര്യങ്ങളിൽ ലൈഫിൽ അവർക്ക് വന്നിട്ടുണ്ട് അതിന് മുമ്പ്. അപ്പോൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവൻ എപ്പോഴേ ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു റീസൺ വെച്ചിട്ട് അവൻ ആത്മഹത്യ ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു. തന്നെയല്ല, വീട്ടിലോട്ട് വരാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നൊരു ചെറുക്കന, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് അവധിക്ക് വീട്ടിൽ, ഇവൻ കണ്ണൂരാണല്ലോ പഠിക്കുന്നത്, അപ്പം വീട് തിരുവനന്തപുരത്ത്. അപ്പോൾ നാട്ടിലോട്ട് വരാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട് എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് എല്ലാം ശരിയാക്കി വെച്ചിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ യാതൊരു കാരണവശാലും ഇത് ആത്മഹത്യയല്ല എന്ന് ആദ്യം തന്നെ ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനെ തള്ളിയിട്ട് കൊന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നീട് ഞാൻ അതിൻ്റെ ന്യൂസ് കൂടുതലായിട്ട് കണ്ടപ്പോഴത്തേക്കിനാണ് കുറച്ചുകൂടെ നമുക്ക് ക്ലിയറായി വരികയാണ്. നമുക്ക് ഓരോ ന്യൂസ് കാണുമ്പോഴും നമുക്ക് ക്ലിയറായി വരികയാണ്, ഇത് ഉറപ്പായിട്ടും ആത്മഹത്യയല്ല, കൊലപാതകം തന്നെയാണെന്ന് നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിന് തെളിയിക്കുന്ന വേറൊരു ന്യൂസ് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം, കണ്ടിട്ടുണ്ടായിരിക്കാം. അതൊരു വോയിസ് റെക്കോർഡിംഗ് ആണ്. നിതിൻ്റെ ഫ്രണ്ടിന് മരിക്കുന്നതിന് മുമ്പായിട്ട് അയച്ചു കൊടുത്ത ഒരു വോയിസ് ക്ലിപ്പ്. ഓക്കെ, അത് ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം കേട്ടോ. അമ്മയുടെ സർജറിയെ കളിയാക്കി, അല്ലെ വെറുതെ ചേർത്തിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെ കളിയാക്കിയിട്ട് അതിനുശേഷം പറയണ എന്റെ 3 മാർക്ക് കുറച്ചെന്ന പാരന്റ്സിന് പോയി ഇത് കൊടുക്ക, എന്താ സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്ക്. ഇല്ല ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറെ പേര് വിളിച്ചിട്ട് നീ ആൺകുട്ടി, കാരണം എത്രയും ബോയ്സിനെ എല്ലാരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടല്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങളെന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല വെറുതെ എണീവ് ചേർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെ കളിയാക്കിയിട്ട് അതിനുശേഷം പറയണ എന്റെ 3 മാർക്ക് കുറച്ചെന്ന പാരന്റ്സിന് പോയി ഇത് കൊടുക്ക, എന്താ സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്ക്. ഇന്നലെ കൊറേ നടന്നിട്ടുണ്ട്. നമ്മള് മറ്റേ ഇതിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്ത് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു, സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള. അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങി നിന്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പൊ അജിഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു, എന്താ ഇൻസൾട്ട് ഓക്കെ ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒറ്റ ക്ഷമിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചടന്ന് ചെയ്യുന്നു, അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞു. നിതിൻ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ഇത് ഈ ഒരു വോയിസ് ഇന്നലെ ആണെന്ന് തോന്നിയത് ന്യൂസിലൊക്കെ വന്നത്. അപ്പോൾ ഏതോ ഒരു ഫ്രണ്ടിന് മരിക്കുന്നതിന് മുമ്പായിട്ട് അയച്ചു കൊടുത്തതാണ്. അപ്പോൾ അതിനകത്ത് ആ വോയിസ് ക്ലിപ്പിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതൊരു വലിയ തെളിവ് തന്നെയാണ്. ഇനി ഒരു തെളിവും പോലീസിന് ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇതൊരു വലിയ തെളിവ് തന്നെയാണ്. കാരണം മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പോ കുറച്ച് ദിവസം മുമ്പോ അങ്ങാണ്ട് എടുത്തൊരു വോയിസ് ആണ്. ചിലപ്പോൾ ഒരു ദിവസം മുമ്പ് എടുത്തേ ആയിരിക്കാം.
അപ്പോൾ സ്റ്റാഫ് റൂമിൽ ഇതുപോലെ നിതിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, നീ ഈ ക്യാമ്പസിന് വെളിയിൽ ഇറങ്ങിയാൽ നിൻ്റെ കാലും കൈയും തല്ലി ഒടിക്കും, കൈ വെട്ടിക്കളയും, കൈയില്ലാതെ നീ നടക്കണം കാണും. ഇവനൊക്കെ സാറുമാരാണോ? ഇവന്മാരൊക്കെ അധ്യാപകരാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ടത്തെ കാലത്തൊക്കെ ചിലപ്പം ഇതുപോലത്തെ ഭയങ്കര ഗുണ്ട ടൈപ്പ് ഒക്കെ സാറുമാരൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ കാലം മാറിയില്ലേ? ആരാ ഇപ്പോൾ ജാതി മതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്കൂളുകളും കോളേജിലും ഒക്കെയാണ് ഇതിനെതിരെയായിട്ട് അല്ലേ, അതായത് ഇങ്ങനെയൊന്നും പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു സ്ഥലമാണല്ലോ സ്കൂളുകളും കോളേജുകളും പിന്നെ യൂണിവേഴ്സിറ്റികളും എല്ലാം അല്ലേ. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ ഇങ്ങനത്തെ വഷളന്മാരാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ ഭീഷണി ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പം ഇവന് കൈയും കാലും തല്ലിയൊടിക്കുന്നു, കൈ വെട്ടിക്കളയുന്നു ഒക്കെ ഭീഷണി ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അതിനുശേഷം അതിനകത്ത് ക്ലിയർ ആയിട്ട് അവൻ പറയുന്നുണ്ട്, അവൻ്റെ സംസാരം കേട്ടാൽ, നിതിൻ്റെ സംസാരം കേട്ടാൽ മനസ്സിലാവും അവന് ശരിക്കും മടുത്തു, മനസ്സിലായില്ലേ? അതായത് ഇവനെ ഈ ഒരു ഭയങ്കര ഇൻസൾട്ടിങ് ആണ് എപ്പോഴും ക്ലാസ്സിൽ ഭീഷണിപ്പെടുത്തിയിട്ട് പറയാം, എന്താ മാർക്ക് കുറയ്ക്കും, നിൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ച് പറ, 3 മാർക്ക് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഞാൻ ആലോചിക്കുന്നത്, എന്തുകൊണ്ട് ഇത് പുറം ലോകം അറിയിച്ചില്ല ഇത്രയും നാൾ? അപ്പം ഇപ്പോൾ ഈ സഹോദരി ആണെങ്കിലും വീട്ടുകാരൊക്കെ ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത് എന്തുകൊണ്ട് അവർ നേരത്തെ അറിയിച്ചില്ല? മീഡിയയിൽ, സോഷ്യൽ മീഡിയയിൽ, ന്യൂസിലൊക്കെ ഇത് നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ അവനെയൊക്കെ എന്നെ ഇവിടുന്ന് അല്ലേ ഓടിക്കാറുണ്ടല്ലോ. ഏതോ സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് കിടക്കുക ഇവിടുത്തെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട്, എന്നിട്ട് നമ്മുടെ പിള്ളേരെ പീഡിപ്പിക്കുക. പിന്നെ മറ്റേ സ്ത്രീ മലയാളിയാണ്. അതുപോലെ തന്നെ വേറൊരാൾ ടീച്ചറുടെ വീട്ടില് ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പോൾ അതിനകത്ത് അയാൾ പറയുന്നത് കേട്ടോ, അതൊരു രാഷ്ട്രീയക്കാരനാണ്, ആ കോളേജിലെ ആരാണ്ടും കൂടി ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അയാൾ പറയുന്നത് കേട്ടില്ലേ, ഈ ടീച്ചറിൻ്റെ വീട്ടിൽ ഇതുപോലെ താഴ്ന്ന ജാതിക്കാർ അതിൻ്റെ ജോലിക്കാരാണെന്നോ, അപ്പോൾ അങ്ങനെ ടീച്ചറിന് ഇത്ര വിദ്വേഷമുണ്ടെങ്കിൽ, ജാതിയുടെ പേരിൽ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ വീട്ടിൽ ജോലിക്ക് വെക്കുമോ എന്നുള്ള രീതിയിലാണ് അങ്ങനെ സംസാരിക്കുന്നത്. അതായത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പം ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അയാൾ വലിയ ഇതാക്കി പറയുന്നല്ലോ, പക്ഷെ അയാൾ പറയുന്നതിന് മറുപടി നല്ലത് കൊടുത്തിട്ടുണ്ട്. അടുത്ത കോളേജിലെ പിള്ളേർ കലയെ വാരി ഭിത്തിയിലടിക്കുന്ന ചെറുക്കുന്നത് ഇവിടെ വന്ന് ജാതി പറഞ്ഞാൽ അത് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പറയാം, ചില ആൾക്കാരുടെ വീട്ടിൽ, വലിയ ജാതിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, അവരുടെ വീട്ടിൽ താഴ്ന്ന ജാതിക്കാരെ ജോലിക്ക് വെച്ചു, അതവർക്ക് ഇഷ്ടമായിരിക്കും, മനസ്സിലായില്ലേ? അവർക്ക് എപ്പോഴും താഴ്ന്ന ജാതിക്കാർ അവരുടെ അടിമകളായിട്ട് ജോലി ചെയ്യുന്നതാണല്ലോ അവർക്ക് ഇഷ്ടം. പക്ഷേ നേരെ മറിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഈ താഴ്ന്ന ജാതിയിലെ ഒരു കുട്ടി പഠിച്ച് വലുതായി ഒരു ഡോക്ടറായി മാറുന്നത് അവർക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടത്തില്ല. വീട്ടിലെ ജോലി ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടും, പക്ഷേ പഠിച്ചു വന്ന് ഡോക്ടറോ വക്കീലോ ഒന്നും ആവുന്നത് അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതൊന്നും അവർക്ക് കാണാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ശരിക്കും ഇത് ആത്മഹത്യയല്ല. അതിനെ ടെറസിൻ്റെ മേളിൽ, ഹോസ്പിറ്റലിൻ്റെ മേളിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് തള്ളിയിട്ട് കൊന്നതാണ്, മനസ്സിലായില്ലേ? പക്ഷേ ഇന്നത്തെ വാർത്ത തൊട്ടാന്ന് തോന്നുന്നു, അതോ ഇന്നലെ വൈകിട്ടത്തെ വാർത്ത തൊട്ട് കേൾക്കുന്നുണ്ട്, മലയാളം ന്യൂസിലെല്ലാം ഇപ്പോൾ പറയുന്നത് എന്തുവാ, ലോൺ എടുത്തെന്ന്, ലോൺ ആപ്പ് അല്ലേ, അതിൽ കൂടി ലോൺ എടുത്തു, അതിന് ഭീഷണി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഇപ്പം ഈ കേസ് വളച്ചൊടിച്ചിരിക്കുക, മനസ്സിലായില്ലേ? പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഇതൊക്കെ ഇവർ വളച്ചൊടിക്കും, കോളേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും, അവിടുത്തെ ടീച്ചേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും, അതൊക്കെ അവരങ്ങ് വലിയ ആൾക്കാരല്ലേ. ഇതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ കളികളും കാണും. അപ്പോൾ അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ചത്താൾ ചത്തല്ലോ, ഇനിയിപ്പോൾ അവൻ വന്ന് എന്തായാലും സത്യം പറയാൻ പോകുന്നില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം വളച്ചൊടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ആക്കി മാറ്റിയിരിക്കുകയാണ്, മനസ്സിലായില്ലേ? ലോൺ എടുത്തിരുന്നു, അപ്പോൾ അതിൻ്റെ ഭീഷണി കാരണമാണ് ഇപ്പം ആത്മഹത്യ ചെയ്തിരിക്കുന്നതിന്. അതൊന്നും അല്ല.
അതൊന്നും അല്ല, മനസ്സിലായില്ലേ? ആ വോയിസിനകത്ത് ക്ലിയറായിട്ട് നിതിൻ പറയുന്നുണ്ട് അവന് മടുത്തു, ഈ ഇൻസൾട്ട് എല്ലാം മടുത്തു, അവൻ സാറെന്ന് പോലും ഇവരെ വിളിക്കത്തില്ല എന്ന്. മനസ്സിലായില്ലേ? എന്തിനാ വിളിക്കുന്നത്? ഞാനാണെ വിളിക്കത്തില്ല, മനസ്സിലായില്ലേ? ഞാനാണെ ഇങ്ങനെയുള്ളവരെ സാറൊന്നും ഒന്നും വിളിക്കാനൊന്നും പോകത്തില്ല. അപ്പോൾ അതിനകത്ത് വളരെ ക്ലിയറായിട്ട് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ കേൾപ്പിച്ച് തരാം. നിതിൻ പറയാം. ചേർത്തിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിനുശേഷം പറയണ എന്റെ 3 മാർക്ക് കുറച്ച്. നമ്മൾ കേട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന എല്ലാം ഒരേപോലത്തെ ആൾക്കാരാണെന്ന് നിതിൻ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒറ്റ പോലും നല്ലവരില്ല എന്നാണ് ഈ നിതിൻ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നിതിൻ എനിക്ക് തോന്നുന്നു കുറച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ടൈപ്പ്. അത് നമ്മൾ മടുക്കുമല്ലോ, എത്ര നമ്മൾ പാവമായിട്ടിരിക്കുന്ന ആൾക്കാരാണേലും ക്ഷമിക്കുന്ന ആൾക്കാരാണേലും നമുക്കൊരു പരിധി ഉണ്ടല്ലോ. ആ പരിധി കഴിഞ്ഞാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിന് മടുത്തു. അപ്പോൾ അതുകൊണ്ട് അവൻ ടീച്ചറിനെ സാറെന്നൊക്കെ വിളിക്കുന്ന പരിപാടിയൊക്കെ നിർത്തി. അപ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ കൈവെട്ടിക്കളയെന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു അന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും അവർക്ക് പിടിക്കുന്നില്ല, മനസ്സിലായില്ലേ? ബാക്കി കേൾക്കാം. സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്കാൻ എന്നെ കുറേ പേര് വിളിച്ചു. അച്ഛനും അമ്മയ്ക്ക് സർപ്രൈസ് ആക്കി കൊടുത്തേക്കാൻ എൻ്റെ 3 മാർക്ക് കുറച്ച് കളഞ്ഞത്. ബോയ്സിനെ എല്ലാരെയും പച്ചയ്ക്ക് ഇൻസൾട്ട് സത്യം ചേർത്തിട്ട് നമ്മള് ഇതിന്നിറങ്ങി. പിന്നെ ഇന്നലെ പറയുന്ന കേട്ടോ ഒരു സ്റ്റുഡന്റ് പെൺപിള്ളാരെ ആൺപിള്ളാരെ കൊണ്ട് അടുപ്പിക്കുന്നു, എന്നിട്ട് ഇങ്ങനത്തെ എന്തൊക്കെയാ ഇതൊക്കെ എന്തുകൊണ്ട് വെളിയിൽ ആരും പറഞ്ഞില്ല ഇത്രയും നാളെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജിലാണോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ ശരിക്കും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണോ? ഈ സാറുമാരൊക്കെ ശരിക്കും സ്കൂളിലൊക്കെ പോയി പഠിച്ചിട്ടുള്ളവരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് ഒപ്പിച്ചെടുത്തതായിരിക്കാം സർട്ടിഫിക്കറ്റൊക്കെ, PhDയും മാസ്റ്റേഴ്സും ഒക്കെ. മനസ്സിലായി, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പൈസ കൊടുത്ത് ഒപ്പിച്ചെടുത്ത ആൾക്കാരാണ്, അല്ലാതെ ഇവരൊന്നും നല്ല രീതിയിൽ ഒരു നല്ല മാതൃകാ ടീച്ചർമാരാകണമെന്നുള്ള രീതിയിലൊന്നും വിചാരിച്ച് ടീച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയൊക്കെയോ പൈസ കൊടുത്തു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുത്ത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അല്ലെങ്കിൽ അല്ലാത്ത സാറുമാർക്കും ടീച്ചർമാർക്കും ഒന്നും ഇങ്ങനെയൊന്നും കുട്ടികളോട് പെരുമാറാൻ പറ്റത്തില്ല, മനസ്സിലായില്ല? ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണേലും സ്കൂളിലാണേലും കോളേജിലാണേലും നമ്മൾ അടിച്ച് പഠിപ്പിക്കുന്ന ഡിസിപ്ലിൻ വരുത്തുന്ന ടീച്ചേഴ്സുണ്ട്, ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരുണ്ട്. അതേസമയത്ത് സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു തന്ന് മനസ്സിലാക്കി തരുന്ന ടീച്ചേഴ്സുണ്ട്, പിടിച്ച അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ അത് ഓരോ ആൾക്കാരുടെ രീതിയാണ്. പക്ഷെ ഇതൊക്കെ അതല്ല, ഇത് വേറൊരു ലെവലാണ്. ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലും കളറിൻ്റെ പേരിലും ഈ വേർതിരിവ് നടത്തുക, ഇൻസൾട്ട് ചെയ്യുക, വെർബൽ അബ്യൂസ് നടത്തുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ വേറെ ഏതോ ഒരു ലെവലിൽ കിടക്കുന്ന സംഭവങ്ങളായിരുന്നു, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ടീച്ചേഴ്സ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ യു ആർ ആൻ ഇഡിയറ്റ് എന്ന് സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പം യു ആർ ആൻ ഇഡിയറ്റ് എന്ന് പറഞ്ഞപ്പോൾ നിതിൻ പറഞ്ഞ സെയിം ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കതൊന്നും കണ്ടോ, ഇതൊന്നും അവർക്ക് പിടിക്കുന്നില്ല. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്തേക്കാമെന്ന് അവർ പ്ലാൻ ചെയ്തതാണ്. അപ്പം ടെറസിൻ്റെ മേളിലാകുമ്പം ആരും, പിന്നെ അവിടുത്തെ പിള്ളേർക്ക് പേടിയുണ്ട്. അപ്പോൾ പിള്ളേർക്ക് പേടിയുള്ളതുകൊണ്ട് പലരും ഒന്നും പുറത്ത് പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ ന്യൂസിനകത്ത് കണ്ടിരുന്നു, ആ കോളേജിൽ പഠിക്കുന്ന കുറേ പിള്ളേരെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ എനിക്കൊരുമാതിരി ഇറിറ്റേഷനാണ് വന്നത് അവരെയൊക്കെ സംസാരം കേട്ടപ്പോൾ. പിള്ളേർ, ഒരാൾ മരിച്ചിട്ട് കൂടി എന്തുകൊണ്ട് നിങ്ങൾക്കൊന്നും ധൈര്യമില്ല പറയേണ്ടത് വിളിച്ച് പറയാൻ, സത്യം വിളിച്ച് പറയാനുള്ള ധൈര്യം എന്തുകൊണ്ട് നിങ്ങൾക്കാർക്കും ഇല്ല? ഒരു കുട്ടിയുടെ ജീവൻ പോയി, എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ഇതുപോലെ പല സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ടെന്ന്. പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, പല സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ട്, പല കംപ്ലൈൻസും അവിടെ പോയിട്ടുണ്ട്. എന്നിട്ടും വായിക്കാത്ത വെച്ചുകൊണ്ടിരിക്കുക. നീയൊക്കെ എന്തോത്തിനാണ് പഠിക്കാൻ പോകുന്നത് ഇങ്ങനെ? ഇത്രയും സംഭവങ്ങൾ അവിടെ സംഭവിച്ചു, ഇത്രയും നല്ലൊരു കുട്ടിയുടെ ജീവൻ പോയി, എന്നിട്ടും വായിക്കാത്ത വെച്ചുകൊണ്ടിരിക്കുകയാണോ? വിളിച്ച് പറയണ്ടേ ഇതൊക്കെ? ഇനി ആരെയാ പേടിക്കുന്നത്? പോയി പണി നോക്കാൻ പറ, അല്ലെങ്കിൽ വേറെ എല്ലായിടും പോയി പഠിക്കാൻ നോക്ക്. ഇങ്ങനെ കുറേ പിള്ളേരുണ്ട് കേട്ടോ, സത്യം പറയാം. ഇവിടെ ഞാൻ വല്ലതും അവിടെ എങ്ങാനും പഠിക്കുമായിരുന്നെങ്കിലുണ്ടല്ലോ എന്നെ ആ കോളേജ് പൂട്ടിക്കെട്ടേണ്ട പരിപാടി ഞാൻ ചെയ്യുമായിരുന്നു, സത്യം പറയുക.
അപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട് കേട്ടോ ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ. ഇതൊക്കെ എന്തുകൊണ്ട് അന്ന് ഇത് അറിയിച്ചില്ല? ഒന്നാമത്തെ കാര്യം, ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളത് വലിയൊരു സഹായമാണ്. മനസ്സിലായില്ലേ? ഒരുപാട് കള്ളത്തരങ്ങൾ, പല കള്ളന്മാരുടെയും കള്ളത്തരങ്ങൾ വെളിയിൽ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട്. ഇതൊക്കെ എപ്പോഴും നിങ്ങൾ ന്യൂസിലൊക്കെ കൊടുക്കണ്ടേ? അടുത്ത ഈ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മളെ. കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലമെന്നാണ് സ്റ്റാഫ് റൂമിനെ പറയുന്നത് കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം നമുക്ക് സ്റ്റാഫ് റൂമിൽ പോകാൻ പേടിയാണ്. അന്നത്തെ കാലത്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനൊന്നും ജാതിയുടെയും മതത്തിൻ്റെയും ഞാനൊന്ന് പഠിക്കുമ്പോൾ എനിക്കങ്ങനെ ഓർമ്മയില്ല. ആ ടൈമിലൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെയൊന്നും ആൾക്കാരുണ്ടായിരുന്നതായിട്ട്. പക്ഷെ എന്നാൽ പോലും ഈ സ്റ്റാഫ് റൂമിലൊക്കെ നമുക്ക് പോകാൻ പേടിയായിരുന്നു അല്ലേ? കാരണം എല്ലാ ടീച്ചേഴ്സും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഒരു സ്ഥലമല്ലേ. നമുക്ക് അതിനകത്തോട്ട് കാലുകുത്താൻ തന്നെ പേടിയായിരുന്നു. നമ്മൾ കയറുമ്പോൾ എല്ലാവരും നോക്കും. ഇപ്പം നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ നമ്മളെ അറിയാമല്ലോ എങ്ങനെയാണെന്ന്. നമ്മളെങ്ങനെയാണ് നമ്മുടെ നമ്മൾ ഏത് ലെവലിലാണെന്നോ നമ്മളെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെ എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങും. ആ കൊച്ചു വന്ന് ഇങ്ങനെ ടീച്ചേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ അതിനും അപ്പുറമാണ്. ഇങ്ങനെ ഇത്രയും പല രീതിയിലൊരു അബ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ അതുപോലത്തെ ടീച്ചേഴ്സ് അവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും. അപ്പം കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ എന്നാണ് നിതിൻ പറയുന്നത്. ആ സ്റ്റാഫ് റൂം, അവിടെ അവനെ വിളിച്ചിട്ടാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്യണമായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ സംഭവങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യണം. മനസ്സിലായില്ലേ? റെക്കോർഡ് ചെയ്താൽ അത് വലിയൊരു പ്രൂഫാണ്. ഇതിപ്പം നമ്മൾ വോയിസിൽ ഇങ്ങനെ കേട്ടു, ചില പിള്ളേരൊക്കെ അവിടെ പഠിക്കുന്നവർ പറയുന്നു, പക്ഷെ നിതിനുമായിട്ട് എങ്ങനായിരുന്നു ഇതൊന്നും നമുക്കറിയത്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ പ്രൂഫിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണമായിരുന്നു. ഇല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെക്കണം. അങ്ങനെ റെക്കോർഡ് സീക്രട്ടായിട്ടൊക്കെ ഇതൊക്കെ ചെയ്യണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വലിയ തെളിവായിരുന്നായിരുന്നു ഇവർക്കെതിരെ. പക്ഷെ അങ്ങനെയൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. നമ്മളിപ്പോൾ ഇതൊക്കെയല്ല വീട്ടുകാർ പറയുന്നത് കേൾക്കുന്നു, ചില സുഹൃത്തുക്കൾ പറയുന്നത് കേൾക്കുന്നു, ഇപ്പം ഇതിൻ്റെ വോയിസ് കേട്ടു, ഇതൊക്കെയല്ലേ ഉള്ളൂ. അല്ലാതൊരു തെളിവ് ഇപ്പം നമുക്ക് ഇല്ലല്ലോ. എല്ലാവരും പറയുന്നത് കേൾക്കുന്നതല്ലാതെ. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും വേറൊരു കേസ് വന്നായിരുന്നു. എനിക്കത് ഓർമ്മയില്ല കറക്റ്റായിട്ട്. ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. നഴ്സിംഗ് അല്ല, ഫിസിയോതെറാപ്പി അങ്ങോട്ട് പഠിക്കുന്ന, ബാംഗ്ലൂരിൽ പഠിക്കാൻ ഒരു മലയാളി. ആ കുട്ടി ഇതുപോലെ വീട്ടിൽ വിളിച്ച് പറയുമായിരുന്നു അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഹോസ്റ്റലിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്, വാർഡന് ശരിയല്ല, അയാൾ പെണ്ണാണോ ആണാണോ എനിക്കറിയില്ല, ആ കുട്ടിയോട് ഇതുപോലെ വേർതിരിവ് കാണിക്കുന്നു, പല രീതിയിൽ അതിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു, ഇങ്ങനെയൊക്കെ വീട്ടിൽ വിളിച്ച് ഈ കുട്ടി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാർ അത് പിന്നീട് അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അതുപോലാണ് നിതിൻ്റെ വീട്ടുകാരും പറയുന്നത്. അതായത് നിതിൻ ഇതെല്ലാം വീട്ടിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. സഹോദരി പറയുന്നുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും പറയുന്നവനാണ്. അപ്പോൾ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് വിഷമിച്ച് അങ്ങനെയുള്ള പിള്ളേർ ചിലപ്പം ആത്മഹത്യ ചെയ്യും. കാരണം ഇത് പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഈ സാറുമാരെയൊക്കെ പേടിച്ച്, പുറത്ത് പറയാൻ പേടിച്ചപ്പോൾ ഇതെല്ലാം വിഷമവും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം പോയി ആത്മഹത്യ ചെയ്യുന്ന പിള്ളേരുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ നിതിൻ അങ്ങനത്തെ ഒരു കുട്ടിയല്ല, നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിന് തെളിവും കൂടിയാണ് ഇതെല്ലാം. കാരണം അവന് റെസ്പോണ്ട് ചെയ്യും. മനസ്സിലായില്ലേ? ധൈര്യമുള്ള കുട്ടിയാണ്, പഠിക്കുന്ന കുട്ടിയാണ്. അവനങ്ങനെ പെട്ടെന്ന് വീണു പോകുന്ന ടൈപ്പല്ല. മനസ്സിലായില്ലേ? അവനെല്ലാം തുറന്ന് പറയുന്ന ആളാണ്. ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും എല്ലാം അവൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാത്തിനും 100% ഉറപ്പാണ് ഇത് അവർ കരുതി കൂട്ടി അവനെ ഇല്ലാതാക്കിയതാണ്. മനസ്സിലായില്ലേ? അപ്പം നിതിൻ തിരിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഇനി നിതിൻ ഒരു പക്ഷേ ഇനി പറഞ്ഞു കാണാൻ ഞാൻ വെളിയിൽ അറിയിക്കുമെന്നോ നമുക്കറിയത്തില്ല, നമ്മൾ കേട്ടില്ലല്ലോ. ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഞാൻ മറ്റുള്ളവരെ അറിയിക്കുമെന്നോ, നമുക്കറിയില്ല. അപ്പം ഇവരെല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ച് കാണും ഇതിനെ അങ്ങ് തട്ടിക്കളയാം, ഇവനെ അങ്ങ് ഇല്ലാതാക്കിയേക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ട് അവരെങ്ങനെയോ ഇവനെ ടെറസിന് മേളിൽ കൊണ്ടുവന്ന് തള്ളിയിട്ടതാണ്. അല്ലാതെ ഒരു ലോണും അല്ല, ഒരു കോപ്പും അല്ല. മനസ്സിലായില്ലേ? വേറെ ഒന്നുമല്ല, ആത്മഹത്യയേ അല്ല. ദേവി ഏത് ആരെങ്കിലും പോലീസുകാർ അല്ലെങ്കിൽ പിന്നെന്താ ഈ ന്യൂസുകാർ നിങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, ആത്മഹത്യ എന്ന് പറഞ്ഞു, ഇപ്പം പറയുന്നു പിന്നെ ബാങ്ക് ലോൺ ആപ്പിൻ്റെ ഭീഷണി കാരണം ആത്മഹത്യ ചെയ്തു. ഇതൊന്നുമല്ല. പ്ലീസ്
ദേവിയേത് നിങ്ങളൊക്കെ ആരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നത്? ഇവരൊക്കെ നമ്മുടെ ഭാവി തലമുറയാണ്, മനസ്സിലായില്ലേ? കേരളത്തിൻ്റെ ഭാവി തലമുറയാണ്. ഇവരൊക്കെ നാളെ ആരൊക്കെ ആയിത്തീരേണ്ടവരാ അല്ലേ? ഡോക്ടർമാരും എഞ്ചിനീയർമാരും നാളെ അല്ലെങ്കിൽ പൊളിറ്റീഷ്യന്മാർ നല്ല നിലയിലൊക്കെ എത്തേണ്ട പിള്ളേരാണ്. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇവരെല്ലാം പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ എന്തിന് ഈ മാനസിക രോഗമുള്ള വ്യക്തികളെ എന്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നു? ഇവർക്കെല്ലാം മാനസിക രോഗമുണ്ട്, മനസ്സിലായില്ലേ? ഈ രീതിയിൽ പെരുമാറുന്ന ടീച്ചേഴ്സിന് അവിടെയുള്ള അവർക്കെല്ലാം മാനസിക രോഗമുണ്ട്. അവരെല്ലാം കൊണ്ടുപോയി വല്ല ഭ്രാന്താശുപത്രിയിൽ അടച്ചിടണം. ഇവരൊന്നും സ്കൂളിലും കോളേജിലും ഒന്നും പഠിപ്പിക്കേണ്ടവരല്ല, മനസ്സിലായില്ലേ? പക്ഷേ ഇതിപ്പം കൊലക്കുറ്റത്തിന് ഇവനെ എല്ലാം അറസ്റ്റ് ചെയ്യണം. അപ്പോൾ 2 ടീച്ചേഴ്സിൻ്റെ പേര് മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ, റാമും പിന്നെന്തോ സംഗീതയോ. അവർ 2 പേരുടെ ഫേസേ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ. ഈ 2 പേരുടെ പേരാണ് എല്ലാത്തിലും പറയുന്നത്. അപ്പോൾ ഈ 2 പേരെയും അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് 2നെയും കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലണം എന്നാണ് എനിക്ക് പറയാനുള്ളത്, മനസ്സിലായില്ലേ? നമ്മൾ ചുമ്മാതെ വാചകം അടിക്കുമല്ല. ഇത് കാണുന്ന ഏതൊരു മനുഷ്യർക്കും കോമൺ സെൻസ് ഉള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്, മനസ്സിലായില്ലേ? അപ്പോൾ വെറുതെ കൊണ്ടുവന്ന് ലോണാപ്പും കോപ്പും എന്നും പറഞ്ഞ് മനുഷ്യരെ വിഡ്ഢികളാക്കാൻ നോക്കരുത്, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഒത്തിരി സങ്കടമുണ്ട്. ഇപ്പം എനിക്കാണെങ്കിലും ഒരു സഹോദരനുണ്ട്, ഇതുപോലൊരു സഹോദരൻ എനിക്കുണ്ട്, മനസ്സിലായില്ലേ? എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി നെഞ്ചു പൊട്ടിപ്പോയി. ആ അച്ഛൻ്റെ അമ്മയുടെയും സഹോദരിയുടെയൊക്കെ കരച്ചില്ല. പാവം പിടിച്ച വീട്ടിൽ ആൾക്കാർ, മനുഷ്യർ അല്ലേ? അവർ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ആ മോനെ പഠിപ്പിച്ച് വലുതാക്കി പ്രതീക്ഷ എത്രമാത്രം പ്രതീക്ഷയിലായിരിക്കും ആ മോനെ അവർ വളർത്തിക്കൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് വരുന്നത്. നാളെ അവനൊരു ഡോക്ടറായി മാറും, ഒരു ഡെൻറ്റിസ്റ്റ് അല്ലേ, ഡോക്ടറായി മാറും എന്നൊരു സ്വപ്നത്തിലാണല്ലോ ജീവിതം മാറും എന്നൊരു സ്വപ്നത്തിൽ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇതുപോലൊക്കെയുള്ള ഓരോ ദുഷ്ടന്മാർ പിശാചുക്കളാണ് ശരിക്കും പറഞ്ഞാൽ. ഇതുപോലത്തെ പിശാചുക്കൾ പലയിടത്തും ഉണ്ട്. കേരളത്തിൽ പൊതുവേ പറയുന്ന ഇപ്പം അങ്ങനെ ജാതി മതം പറച്ചിൽ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ പണ്ടായിരുന്നു എന്നൊക്കെ ആണ് നമ്മുടെയൊക്കെ തോന്നൽ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എല്ലായിടവും ഇപ്പോഴും നടക്കുന്നുണ്ട്, സീക്രട്ടായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ പേടിച്ചിട്ട് പലരും പുറത്ത് പറയുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്, ജോലി സ്ഥലങ്ങളിലുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ സ്കൂളുകളിൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ന്യൂസ് കണ്ട്, സ്കൂളിൽ ഇതുപോലെ ഒരു കുട്ടി ഇതുപോലെ ആത്മഹത്യ ചെയ്തിരുന്നു. അതിനെ ഇതുപോലെ ഭീഷണിപ്പെടുത്തി, അതിനുശേഷം അത് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ സ്കൂളുകളിൽ കോളേജുകളിൽ ജോലി സ്ഥലങ്ങളിൽ ഒക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ദയവേത് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളത് റെക്കോർഡ് ചെയ്യുക, മനസ്സിലായില്ലേ? പ്രൂഫ് വേണം, മനസ്സിലായില്ലേ? റെക്കോർഡ് ചെയ്യുക, പറ്റുമെങ്കിൽ വീഡിയോ എടുക്കുക, വീഡിയോ സഹിതം, ഇല്ലെങ്കിൽ പറ്റത്തില്ല. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുള്ളത്, നമ്മളിപ്പോൾ എത്ര പ്രൂഫ് സബ്മിറ്റ് ചെയ്താലും നമ്മുടെ ഗവൺമെൻറ് ശരിയല്ല, പൊളിറ്റീഷ്യന്മാർ ശരിയല്ല. ഈ കേസ് അങ്ങ് തേച്ച് മായ്ച്ചില്ലാതാക്കി കളയും പല രീതിയിലും, വലിയ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ പാവം പിടിച്ച മനുഷ്യർക്ക് ന്യായം കിട്ടുന്നില്ല, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ഒരു രാജ്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ, ഒരുപാട് സങ്കടമുണ്ട്. ഇപ്പം ഞാൻ ന്യൂസ് കണ്ടപ്പോഴെല്ലാം എൻ്റെ അനിയനെ ഞാൻ ആലോചിച്ചത്. ഇത് എൻ്റെ ഒരു അനിയനെ പോലെ ഒരു അനിയനല്ലേ. എൻ്റെ അനിയനെ ഞാൻ എപ്പോഴും വിളിക്കും, ദിവസം വിളിച്ച് ഞാൻ അവനോട് സംസാരിക്കും, അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തിരക്കും. അപ്പം അവൻ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയും, മനസ്സിലായില്ലേ? എല്ലാം എൻ്റെ അടുത്ത് പറയും. അപ്പോൾ ആ സഹോദരി പറയുന്നത്, നീ എല്ലാ കാര്യവും എന്നോട് പറയുന്നതല്ലായിരുന്നോടാ. അതെനിക്കത് കേൾക്കുമ്പോൾ എനിക്കങ്ങ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം, കരച്ചിൽ വരുന്നുണ്ട് അത് കേൾക്കുമ്പോൾ. അവർ എന്നെയും എൻ്റെ സഹോദരനെ പോലെ ഒരു ആങ്ങളെയും പെങ്ങളും മാത്രം. അപ്പോൾ അത് നീ എൻ്റെ അടുത്ത് എല്ലാം പറയുന്നതല്ലേ ഇടാ, എന്നിട്ട് നീ അപ്പോൾ അവർക്ക് വിശ്വാസം ഇല്ല, ആത്മഹത്യയാണെന്ന് ഒരു വിശ്വാസം ഇല്ല. അവർക്കറിയാം ഇത് അവനെ കൊന്നതാണ്, മനസ്സിലായില്ലേ? ഇത് ഏത് മന്ദബുദ്ധിക്കും മനസ്സിലാവും ഈ കേസ് കണ്ടാലും, മനസ്സിലായില്ലേ? ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന്. അപ്പോൾ എനിക്ക് ആ കോളേജിൽ പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻസ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേത് ഞാൻ പറയുകയാണ്, ഇനി പേടിക്കേണ്ട സമയമല്ല, മനസ്സിലായില്ലേ? ഇത്രയും നാൾ നിങ്ങളൊക്കെ പേടിച്ചു. ഈ കുട്ടി നിതിന് ന്യായം കിട്ടണം, മനസ്സിലായില്ലേ? ജസ്റ്റിസ് കിട്ടണം. അതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ദയവേത് നിങ്ങൾ പറയേണ്ട സത്യങ്ങളെല്ലാം എവിടെയൊക്കെ പറയാമോ അവിടെയെല്ലാം പറയുക. ആ സാറിനെയും ടീച്ചറിനൊന്നും ഞാൻ പറയത്തില്ല, അങ്ങേരെയും ആ തള്ളയും, മനസ്സിലായില്ലേ? ആ 2 നാറികളെ, 2 ചെത്തകളെ, മനസ്സിലായില്ലേ? അവരെ 2 എണ്ണത്തിനെ ജയിലിൽ കയറ്റുക,
കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലുക. ഇത് നടന്നേ പറ്റത്തുള്ളൂ. ഇനി ഒരു സ്റ്റുഡൻസും കേരളത്തിൽ ഇതുപോലെ വർഗീയതയുടെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? വർഗീയതയുടെ പേരിൽ. അപ്പം എനിക്കിത്രയാണ് പറയാനുള്ളത്. ഇപ്പം ഒരുപാട് സങ്കടമുണ്ട് എനിക്കത് കാണുമ്പോൾ. ഇപ്പം നമ്മളൊക്കെ ഇത് ന്യൂസ് കണ്ടങ്ങ് പോവും, പിന്നെ വേറെ അടുത്ത ന്യൂസ് ആവും, പിന്നെ നമ്മളെല്ലാം നമ്മുടെ ലൈഫ് അങ്ങനെ നമ്മളെല്ലാവരും അങ്ങ് പോവും. പക്ഷേ ഈ നഷ്ടപ്പെട്ടവരുടെ വീട്ടുകാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ ഇനിയും ദിവസവും ഇത് തന്നെ ആയിരിക്കുമല്ലോ ചിന്തിക്കുന്നത്. അവർക്കിനിയും വേറെ എന്താണ് ലൈഫ്? അപ്പോൾ നമ്മൾ അവരെയൊന്നും മറന്നു കളയരുത് പ്ലീസ്. ഇതുപോലെ ഒരു കുട്ടികളും ഒരു സ്കൂളിലും ഒരു കോളേജിലും ഇനി സഫർ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ജാതിയും മതമൊക്കെ തേഞ്ഞു പോയി അതൊക്കെ എന്ന് തേഞ്ഞു പോയി. മനസ്സിലായില്ലേ? നമ്മളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്? മനുഷ്യന്മാർ ഇത്രയും 100% ലിറ്ററസി ഉള്ള കേരളത്തിൽ എന്തൊക്കെ വാർത്തകളാണ് ഇപ്പോൾ കേൾക്കുന്നത്? വെറും നാണക്കേട്, ലജ്ജയാണെന്ന് തോന്നുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇന്ത്യയിൽ ഒരല്പമെങ്കിലും മര്യാദയും അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ള മനുഷ്യരുള്ള ഒരേ ഒരു സ്റ്റേറ്റാണ് കേരളം. അതെന്തുകൊണ്ട് ഈ തെണ്ടികൾ മറന്നു പോകുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറയാം, വേറെ ഒരു സ്റ്റേറ്റും ഇല്ല ഇതുപോലെ. പക്ഷെ ആ കേരളത്തിൽ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടാകുമ്പോൾ ഇതൊക്കെ ഇന്ത്യ മുഴുവൻ ഇപ്പം സ്പ്രെഡായിട്ടുണ്ട്. മനസ്സിലായില്ലേ? വളരെ നാണക്കേടാണ്. ഇപ്പം ഇന്ത്യയിൽ വേറെ ഏത് സ്റ്റേറ്റിൽ അങ്ങ് പഞ്ചാബി കിടക്കുന്നവരോട് ചോദിച്ചാലും പറയും കേരളം എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആവും. കേരളം അവിടുത്തെ ആൾക്കാർ നല്ല ആൾക്കാരാണ്, നല്ല അറിവുള്ളവരാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, എല്ലാവർക്കും നല്ല ജോലിയുണ്ട്, അങ്ങനെ ഇങ്ങനെ. പക്ഷേ ഇങ്ങനത്തെയൊക്കെ സംഭവം കേൾക്കും തോറും കേരളത്തിന് നാണക്കേട് കൂടി 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 വരികയാണ് മനുഷ്യരെ. മനസ്സിലായില്ലേ? അപ്പോൾ ജോലി സ്ഥലത്തും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇതുപോലെയുള്ള പിശാചുക്കളുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക, അവരെ പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക, എവിഡൻസ് ഉണ്ടാക്കുക, വീഡിയോ എടുക്കുക, പറയുന്ന റെക്കോർഡ് ചെയ്യുക. മനസ്സിലായില്ലേ? എവിഡൻസ് ഉണ്ടാക്കി അവരെ എക്സ്പോസ് ചെയ്യുക. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കേൾക്കുന്നവർ നിങ്ങൾ മനസ്സിൽ വെച്ചോ, ഇത് നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി ആരും മറച്ചു വെക്കാൻ പാടില്ല. മനസ്സിലല്ലേ? നമ്മുടെ ആ ഒരു അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആയുർവേദമൊക്കെ കണ്ടുപിടിച്ച കേരളം, പിന്നെന്തുവാ യോഗ, ഇത് കുറേ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു നല്ലൊരു കൊച്ചു നാട് കേരളം. ആ നാട് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മഹാബലി ഉണ്ടായിരുന്ന സമയത്ത് പോലെ അതുപോലൊരു കേരളം ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് തിരിച്ചു പിടിക്കണം. മനസ്സിലായില്ലേ? ഞാനൊക്കെ കേരളത്തിലല്ല ഇരിക്കുന്നത്. നമുക്ക് സങ്കടമാണ് ശരിക്കും, ഭയങ്കര വിഷമമാണ് ഇങ്ങനത്തെയൊക്കെ ന്യൂസ് കാണുമ്പോൾ. ഓരോ ദിവസവും ഏതെല്ലാം രീതിയിൽ ന്യൂസുകളാണ്. അതിൻ്റെ മണ്ടയ്ക്ക് ഇപ്പം ഇങ്ങനൊരു സംഭവം ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല മനുഷ്യരെ, ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായി? എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണും എന്ന ഒരേ ഒരു വർഗത്തിനെയാണ് സൃഷ്ടിച്ചത്. മനസ്സിലായില്ലേ? അവിടെ ഒരു ജാതി ഇല്ലായിരുന്നു, മതമില്ലായിരുന്നു, കളറ് ഒന്നുമില്ല. 2 മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചു. അവരിൽ നിന്ന് പിന്നെ എല്ലാവരും ഉണ്ടായി. മനസ്സിലായില്ലേ? ഈ ജാതിയും മതവും ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയെടുത്ത സംഭവങ്ങളാണ്. മനസ്സിലായില്ലേ? കളറ് എത്ര വെളുത്തവനാണെന്ന് പറഞ്ഞാലും കൊള്ളാം, 2 ദിവസം വെയിലത്ത് പോയി പണിയെടുത്താൽ നീയൊക്കെ കറുത്ത് പോവും, കറുത്ത് കരുവാളിച്ച് പോവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് വലിയ ഇച്ചിരി വെളുപ്പുണ്ടെന്ന് പറഞ്ഞ് ആരും അഹങ്കരിക്കേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? സൂര്യൻ മേളിലുണ്ട്, വെളിയിലോട്ട് ഇറങ്ങി നീയൊക്കെ പണിയെടുക്കുക, നീ എല്ലാം കറുത്ത് ഇരിക്കും. അപ്പം കളറിൻ്റെ പേരിൽ, പിന്നെ ജാതിയുടെ മതത്തിൻ്റെയും പേരിൽ ഈ ഈ നാറി റാം, അയാൾക്ക് മുസ്ലിം പിള്ളേരെ ഇഷ്ടമല്ല എന്നും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കറുത്ത പിള്ളേരെ ഇഷ്ടമല്ല എന്നും ഇയാൾക്ക് കറുത്തവരെ തീരെ പിടിക്കത്തില്ല. ഇവൻ എന്തോത്തിനാണ് കേരളത്തിലോട്ട് കെട്ടിയെടുത്തുകൊണ്ട് വന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. വെളുപ്പ് കാണാൻ വന്നതാണോ ഇവൻ? പിന്നെ ആന്ധ്ര ഉള്ളവരെല്ലാം കറുത്ത ആൾക്കാരല്ലേ? ഇവിടെ ഭയങ്കര വെയിലാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഇവൻ ഇവിടെ വന്നിട്ട് പറയും ഇവന് കറുത്തവരെ ഒന്നും അവന് കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന്. അത് കൊള്ളാലോ. അപ്പം അതുപോലെ തന്നെ മുസ്ലിം പിള്ളേർ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് അവരെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുക, ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതൊക്കെ കേരളത്തിലാണോ നടന്നത്? ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നിട്ട് എന്തുകൊണ്ടൊരു മനുഷ്യർ ഇത് റിപ്പോർട്ട് ചെയ്തില്ല? ഇത് അറിയിക്കേണ്ടവർ അറിയിച്ചില്ല?
വെറും വിഡ്ഢികളാണോ അവിടെ പഠിക്കുന്ന പിള്ളേരും ആൾക്കാരും ഒക്കെ, ഇവരെയൊക്കെ മാതാപിതാക്കളും ഒക്കെ? എന്തുകൊണ്ട് നിങ്ങളൊക്കെ ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നില്ല? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് സംഭവിക്കുമായിരുന്നോ? ഇല്ല. അതാ ഞാൻ പറയുന്നത്, പേരൻസ്, വീട്ടുകാർ, പിള്ളേരെന്തെങ്കിലും പറയാണ്, സ്കൂളിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നു, അബ്യൂസ് നടക്കുന്നു, ഡിസ്ക്രിമിനേഷൻ നടക്കുന്നു, റേസിസം നടക്കുന്നു, ഇങ്ങനെയൊക്കെ വീട്ടിൽ വന്ന് പറയുമ്പോൾ നിങ്ങൾ ആണോ, അതൊന്നും നീ കാര്യമാക്കണ്ട മോളെ, അതൊന്നും നീ കാര്യമാക്കണ്ട മോനെ, നീ അങ്ങ് പഠിക്ക് പോയി, നീ പഠിക്കുന്ന കാര്യം മാത്രം നോക്കി. നമ്മുടെ എല്ലാം വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് മിക്കവാറും എല്ലാവരും പറയുന്നത്. നീ അത് മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊന്നും നീ നോക്കണ്ട, ഇഗ്നോർ ചെയ്തേക്ക് എന്ന് പറയുന്ന കുറേ വിവരമില്ലാത്ത, സത്യം പറയാം, വീട്ടുകാരുണ്ട്. കാരണം മറ്റേ ആ കുട്ടി, ബാംഗ്ലൂരിലെ കുട്ടി ആത്മഹത്യ, മലയാളി പെണ്ണ് ആത്മഹത്യ ചെയ്ത സമയത്ത് ആ പേരൻസിന് അറിയാമായിരുന്നു അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. മാനസികമായിട്ട് ഈ കുട്ടിക്ക് അവിടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ, പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഇവർ അറിഞ്ഞിട്ടും നീ അവിടെ നിൽക്കുക, നീ പഠിച്ചെടുക്കുക, എങ്ങനെയെങ്കിലും പഠിത്തം എന്ന് പറഞ്ഞാൽ അതിനെ അവിടെ പിടിച്ചു നിർത്തി. കൊച്ചിന് കുറേ നാളിങ്ങനെ പിടിച്ചു നിന്നതിന് പിന്നെ സഹിക്കാതെ ആയി വന്നപ്പോൾ അതങ്ങ് ആത്മഹത്യ. ഇനി അതും ഇനി കൊന്നതാണോ എന്ന് ആർക്കറിയാം. ഈ ആത്മഹത്യ എല്ലാം ആത്മഹത്യയാണോ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതെല്ലാം കൊലപാതകം തന്നെ ആയിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കങ്ങനെയാണ് തോന്നുന്നത് ഇതെല്ലാം കേട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർ ഇതൊക്കെ പിള്ളേർ വന്ന് പറയുമ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങളുടെ പിള്ളേരുടെ ജീവൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുക, മനസ്സിലായില്ലേ? അവരെ അവിടെ നിന്ന് മാറ്റ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു കൊച്ചുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൊച്ചിനെ ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ വിട്ടേക്കുവാന്ന് വിചാരിക്കട്ടെ. എൻ്റെ കൊച്ചിന് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ അടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ ആ സെക്കൻഡിൽ ഞാൻ അവിടുത്തെ പഠിത്തം നിർത്തിക്കും, മനസ്സിലായില്ലേ? വേറെ എന്ത് സംഭവിച്ചാലും കൊള്ളാം, ആ സ്ഥലത്തോട്ട് പിന്നെ എൻ്റെ കൊച്ചിനെ ഞാൻ വിടത്തില്ല. ഞാൻ അങ്ങനെ ചെയ്യും, മനസ്സിലായില്ലേ? പിന്നെ ഓരോ സിറ്റുവേഷൻ ഓർത്ത് ചിലർ ഇപ്പോൾ ഇതിനെ ബുദ്ധിമുട്ടല്ലേ അവിടെ നിന്നൊക്കെ മാറ്റി അത്. എന്നാലും നമ്മുടെ ജീവനെക്കാട്ടി വലുതാണോ എന്തെങ്കിലും? അല്ല, മനസ്സിലായില്ലേ? നമ്മുടെ ജീവനെക്കാട്ടി വലുതല്ല ഒന്നും. അപ്പോൾ നിങ്ങളുടെ മക്കളുടെ ഇന്നത്തെ കാലത്തെ പിള്ളേർ പെട്ടെന്ന് ഇപ്പം ഇതിൻ്റെ കാര്യം, ഇത് എന്തായാലും ആത്മഹത്യയല്ല, അത് നമുക്കറിയാം. പക്ഷെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്, മനസ്സിലായില്ലേ? ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക്, അതായത് കൂടുതലും പിള്ളേർ ഈ ഫാമിലീന് സപ്പോർട്ട് അധികം കിട്ടാതെ വരുമ്പോൾ അവർ പിടിവിട്ടു പോകും. കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ വീട്ടുകാരോട് അത് പറയുമ്പോൾ വീട്ടുകാർ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, വീട്ടുകാരതിനെ സപ്പോർട്ട് ചെയ്ത് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അവർ ചെയ്തു കൊടുക്കുമ്പോൾ പിള്ളേർക്ക് കുറച്ച് ധൈര്യമാവും. പക്ഷെ ഇതങ്ങനല്ല. പിള്ളേരുടെ ഭാഗത്തുനിന്ന് തെറ്റാണ്. നീ എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നത്, നിനക്ക് അതാണല്ലോ, അതാണ് ഇതാണ്, നിനക്ക് അവിടെ പഠിക്കാനല്ലേ പോയത്, നിനക്ക് പഠിച്ചാലെന്താ, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ വരുന്ന സമയത്തൊക്കെ പിള്ളേർ പെട്ടെന്ന് ആത്മഹത്യ ചെയ്ത് കളയും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ആലോചിക്കും. ഇന്നത്തെ കാലത്ത് പിള്ളേർ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അവർക്ക് അത് പിടിവിട്ട് പോകും പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് വീട്ടിൽ ഇതുപോലെ കംപ്ലൈൻ്റ് ആയിട്ട് പിള്ളേർ വരുമ്പോൾ അത് നിങ്ങൾ കണ്ണടച്ച് തള്ളിക്കളയരുത്. നിങ്ങളുടെ കൊച്ചിൻ്റെ ജീവൻ നിങ്ങൾക്ക് വിലപ്പെട്ടതാണെങ്കിൽ നിങ്ങളത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുക. കൊച്ചിന് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുക. അതുപോലെ തന്നെ വേറൊരു സംഭവം പെട്ടെന്ന് ഞാൻ മനസ്സിലോട്ട് വന്നാണ് കേട്ടോ, അതുകൂടെ ഞാനങ്ങ് പറയാം. ഈ സംഭവം നടന്നത് ഞങ്ങളുടെ നാട്ടിലെവിടെയാണ് ഈ ഒരു സംഭവം നടന്നത്. അതായത് ഒരു പയ്യൻ ഇതുപോലെ അവൻ എൻജിനീയറിങ് പഠിക്കാൻ വിട്ടു. അപ്പോൾ എൻജിനീയറിങ് പഠിക്കാൻ വിട്ടപ്പോൾ അവന് ഇഷ്ടമല്ലായിരുന്നു, അവൻ്റെ താല്പര്യത്തോടല്ല എൻജിനീയറിങ്ങിന് വിട്ടത്. പക്ഷേ അവൻ എൻജിനീയറിങ്ങിന് വിട്ടു. അവനവിടെ പഠിക്കാൻ പോയപ്പോൾ അവന് ഭയങ്കര റാഗിങ് ആയിരുന്നു അവിടെ. അപ്പോൾ തിരിച്ചവനിങ്ങ് പോന്നു. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അപ്പോൾ അച്ഛനില്ല, അവൻ അമ്മ മാത്രമേ ഉള്ളൂ. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇതുപോലെ റാഗിങ് പ്രശ്നമുണ്ട് അങ്ങനെ. പക്ഷെ തള്ളയൊന്നും കാര്യമാക്കിയില്ല. അവനെ പറഞ്ഞു നീ തിരിച്ചവിടെ പോയി പഠിക്കാൻ പറഞ്ഞു. ചെറുക്കൻ അവിടെ പോയി വീണ്ടും പഠിച്ചു. അവന് വീണ്ടും ഇങ്ങനെ റാഗിങ് പ്രശ്നങ്ങളൊക്കെ, ഇവനിങ്ങനെ ഡ്രഗ്സ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ചെറുക്കൻ ആകെ ഇതായി. വിദേശത്തേക്ക് ജോലിക്ക് പോയെങ്കിലും വീണ്ടും അവന് ഡ്രഗ്സിന് അടിമയായി. അവസാനം അവനൊരു വിദേശത്ത് ജോലി വിട്ടിട്ട് വന്ന് നാട്ടിലെന്തോ ജോലി കയറി ഒരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായി. ആ പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് തലയ്ക്ക് താല്പര്യമില്ല. എന്നിട്ട് അവസാനം പെണ്ണിനെ കെട്ടി വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും അമ്മയ്ക്ക് വഴക്കാണ് പെണ്ണുമായിട്ട്. അങ്ങനെ വഴക്കായി അവസാനം പെണ്ണങ്ങ് പോയി. എന്നിട്ടും ഈ ചെറുക്കന് വീണ്ടും ഒന്നിക്കണം എന്നുണ്ടായിരുന്നു പെണ്ണുമായിട്ട്. അതും തള്ള സമ്മതിക്കുന്നത്. അപ്പോൾ തള്ള ഇങ്ങനെ എല്ലാത്തിനും നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുമായിരുന്നു ചെറുക്കനെ തുടക്കം തൊട്ട്. അവസാനം ചെറുക്കൻ എന്ത് ചെയ്തു, ആ തള്ള അങ്ങ് തട്ടി. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, പിള്ളേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ അവരെ അവിടെ ചെന്ന് അന്വേഷിക്കുക, അവിടെ നിന്ന് പിള്ളേരെ എല്ലാം മാറ്റുക. റാഗിങ് ഒക്കെ നിസ്സാര കാര്യമൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് റാഗിങ്
ചെറിയ രീതിയിലൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനങ്ങ് ആന്ധ്രയിലാണ് പഠിച്ചത്, ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പം ചെറിയ രീതിയിലുള്ള റാഗിങ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അല്ലാതെ നാട്ടിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ പോലൊക്കെ വലിയ ഭയങ്കര റാഗിങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ റാഗിങ് നിസ്സാര കാര്യമൊന്നുമില്ല. റാഗിങ് കാരണം ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതുവരെ നമ്മൾ കേരളം കേട്ടുകൊണ്ടിരുന്നത് എന്താ, ഈ സ്റ്റുഡൻസിൻ്റെ റാഗിങ്, സീനിയേഴ്സിൻ്റെ റാഗിങ് കാരണം ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ കൊന്നു എന്നൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ ടീച്ചേഴ്സ് റാഗിങ്, സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് റാഗിങ് നടക്കുന്നുണ്ടെന്ന് ഉള്ള കാര്യം ഞാൻ അറിയുന്നത്. അപ്പോൾ ഒരുപാട് സങ്കടമുണ്ട് ആ നിതിൻ്റെ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ. കൈയില്ലാണ്ട് ഇവനെ ജീവിക്കേണ്ടി വരും. ഇവന് സംസാരം കേട്ടറിയാൻ നല്ല ധൈര്യമുള്ളൊരു കുട്ടിയായിരുന്നു അവൻ. അതൊന്ന് കാണണമെന്നോ അവന് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ അതിലൊക്കെ ഇവർക്ക് അസൂയ കാണും, മനസ്സിലായില്ലേ? നല്ല ഹാൻഡ് റൈറ്റിങ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പം ഈ ജാതി വിദ്വേഷമുള്ള ആൾക്കാർക്ക് താഴ്ന്ന ജാതിയിലെ പിള്ളേർ നല്ലതായിട്ട് പഠിക്കുന്നത് അവർക്ക് കണ്ണാടിയാണ്. പിള്ളേർക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ അത് കണ്ണാടിയായിരിക്കും. ആ പിള്ളേർക്ക് നല്ല ടാലൻസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് കണ്ണാടിയായിരിക്കും. പിന്നെ ആ പിള്ളേർ ഈ പറഞ്ഞ പോലെ സ്പോർട്സിൽ അല്ലെങ്കിൽ പല രീതിയിലും മുന്നോട്ട് വരുന്ന സക്സസ് ആയിട്ട് അല്ലേ മുന്നേറി പോകുന്ന പിള്ളേരാണെങ്കിൽ അതിലും അവർക്ക് കണ്ണുകടി വരും. പിന്നെ അതിലൊക്കെ അവരോരോ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം ഇങ്ങനെ ഒരു വെറും വൃത്തികെട്ട മനസ്സുള്ള മനുഷ്യരാണ്, വെറും വൃത്തികെട്ട മനസ്സ്. ഇവരൊക്കെ എന്താണ് ചിന്തിക്കുന്നത്? ഇവരൊക്കെ ആരാണ് വളർത്തിയത്? ചിലപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തന്തയും തള്ളയൊക്കെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരുന്നായിരിക്കാം അല്ലേ? സോ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു വാർത്ത. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഞാൻ കണ്ടതാണ്, ഇപ്പം ഈ കോളേജിൽ പോയിട്ട് കുറേ യുവജന സമൂഹം അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നെന്നും പറഞ്ഞ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നു. അവരെന്ത് പ്രശ്നം ഉണ്ടാക്കുന്ന? ആരെങ്കിലുമൊക്കെ പ്രതിഷേധിക്കണ്ടേ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ? എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ കൈയും കെട്ടി വീടിനകത്തിരുന്ന് ചോറും തിന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അവർ ആരെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യണ്ടേ? അവർ പ്രതിഷേധിക്കുകയാണ്, പ്രതിഷേധം നടത്തണം, മനസ്സിലായില്ലേ? വലിയ പ്രതിഷേധം കേരളത്തിൽ നടത്തണം. അത് കോളേജിൽ മാത്രം കുറേ സ്റ്റുഡൻസ് നടത്തിയൊരു കാര്യമില്ല. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഈ കള്ളന്മാരെയും തെണ്ടികളെയും നാറികളെയും ഒന്നും പോലീസ് പോയി പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. എന്തിന് ഇതിനെ പ്രതിഷേധിക്കുന്നവരെ പോയി അറസ്റ്റ് ചെയ്യുന്നത്? എനിക്കത് കാണുമ്പോൾ ശരിക്കും അരിശ വരുന്നത്. ഇപ്പം കുറേ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടു പോലീസ് അവരെ പോയി പിടിക്കുന്നു. ആ ഒരു ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ. ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് എന്തെടുക്കാന്? ആ കോളേജ് കത്തിച്ച് കളയണം ശരിക്കും പറഞ്ഞാൽ. അതാണ് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? അവിടെ ഇനി ഒന്നും പഠിക്കരുത്. ആ പിള്ളേർക്കെല്ലാം വേറെ ഏതെങ്കിലും കോളേജ് അഡ്മിഷൻ മേടിച്ചു കൊടുക്കണം. സത്യം പറഞ്ഞാൽ അതാ ചെയ്യേണ്ടത്. അത് കത്തിച്ചുള്ള ആ സാറന്മാരെ മുഴുവൻ അവിടുത്തെ ഫുൾ സ്റ്റാഫിനെയും ജോലി തീർക്കണം, എല്ലാത്തിനെയും പിരിച്ചുവിടണം. നിതിൻ്റെ മരണത്തിന് കാരണമായവരെ മൊത്തം അറസ്റ്റ് ചെയ്യണം, കൊലപാതകത്തിന് കേസെടുക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിതിൻ്റെ ടീച്ചേഴ്സൊക്കെ എന്ത് നല്ല അഭിപ്രായമാണ് പറയുന്നത്. അതായത് സ്കൂളിൽ BDS പഠിക്കാൻ പോകുന്നതിന് മുമ്പ് പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ എന്ത് കാര്യമായിട്ടാണ് അവനെപ്പറ്റി പറയുന്നത്. നിങ്ങൾ കേട്ട് കാണും. മാത്സ് ടീച്ചർ പറയും, നല്ല കുട്ടിയായിരുന്നു, സ്കൗട്ട് ലീഡറായിരുന്നു, നല്ല മിടുമിടുക്കനായ കുട്ടിയായിരുന്നു, നല്ല സ്വഭാവം എന്ന് വെച്ചാൽ നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയായിരുന്നു. ഒരു 5-6 മാസം മുമ്പ് ഞാൻ കണ്ടായിരുന്നു. കുഞ്ഞെല്ലോടൊന്നും പറയണ്, ടീച്ചർ എനിക്ക് ഡോക്ടറാവണം, ഞാൻ റിപ്പീറ്റ് ചെയ്യണ്, എനിക്ക് BDS കിട്ടി ഞാൻ പോവും എന്ന് പറഞ്ഞ് അവസാനമായിട്ട് അതാണ് ഞാൻ കാണുന്നത് ഈ കുഞ്ഞിനെ. ഇപ്പൊ ഇതാ ഇങ്ങനെ, എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളാണ്, എനിക്ക് എങ്ങനെയെങ്കിലും BDS എടുത്ത് അല്ലേ ഡോക്ടറാവണം, അതാണ് ലാസ്റ്റ് അവൻ പറഞ്ഞത്. അപ്പോൾ അവന് അത്രയും ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്, അവന് ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേരൊന്നും ആത്മഹത്യ ചെയ്യത്തില്ല, മനസ്സിലായില്ലേ? ഇതൊക്കെ തെളിവുകളാണ്. ഈ വിവരമില്ലാത്ത ഗവൺമെൻറ് പോലീസുകാർ ഒന്ന് കാണടോ, ഇതൊക്കെ ഒന്ന് കുത്തിയിരുന്ന് കാണടോ, ആരെങ്കിലുമൊക്കെ ഇതിനെതിരെ ഒന്ന് പ്രവർത്തിക്കടോ.
അപ്പം ഞങ്ങളെല്ലാം ഓൺലൈൻ ക്ലാസ്സാണ് എടുത്തിരുന്നത്. എന്നിട്ട് പോലും അവനെ എനിക്ക് നല്ലവണ്ണം പരിചയമായിരുന്നു. കാരണം ഓൺലൈൻ ക്ലാസ്സിൽ കുറേ കുട്ടികളൊന്നും വലിയ ശ്രദ്ധിക്കാതിരുന്നപ്പോഴും ഇവൻ എല്ലാം അറ്റൻഡ് ചെയ്ത് സംശയമെല്ലാം വിളിച്ച് ചോദിക്കും, അന്നേരം ചോദിക്കും. അതും കഴിയാത്തത് പിന്നീട് ഫോൺ വിളിച്ച് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഒരു നല്ല കുട്ടിയായിരുന്നു. പഠിക്കാൻ നല്ല താല്പര്യത്തോടെ എല്ലാം ചെയ്യുന്ന കുട്ടിയായിരുന്നു. അന്നേ അവന് എൻട്രൻസിന് പോകണം, ഒരു ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹമായിരുന്നു. എപ്പോഴും ഒരു ആത്മവിശ്വാസത്തോടെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ട് അഡ്മിഷൻ കിട്ടിയപ്പോഴും അവൻ്റെ സ്വഭാവത്തിലൊന്നും ഒരു മാറ്റവും ഞാൻ കണ്ടില്ല. പഴയ നല്ല കുട്ടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നല്ല കുട്ടിയായിരുന്നു. ഒരു വിഷമവും അവൻ്റെ 2 വർഷത്തെ ക്ലാസ് ടീച്ചറായിരുന്നിട്ട് എനിക്ക് അവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ആ ടീച്ചർ എടുത്ത് പറയുന്നുണ്ട്, വളരെ നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു നിതിൻ. ഒരു പിള്ളേരോടും ഒരു മനുഷ്യരോടും വഴക്കിനും പോകുന്ന ടൈപ്പ് അല്ലായിരുന്നു. മനസ്സിലായില്ലേ? എന്നാൽ ഈ കോളേജിൽ, നിതിൻ പഠിച്ച കോളേജിൽ കള്ളും കഞ്ചാവും അടിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു അവൻ്റെ ക്ലാസ്സിലും. ആ കോളേജിൽ ഒരുപാടുണ്ട്. എന്നാൽ നിതിൻ അങ്ങനെയൊന്നും ഉള്ള ഒരു കുട്ടിയല്ലായിരുന്നു. വളരെ സൽസ്വഭാവിയായിട്ടുള്ള നല്ലൊരു കുട്ടിയായിരുന്നു. പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളതും നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹമുള്ളതും നല്ല മനസ്സുള്ളൊരു കുട്ടിയും കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു സ്റ്റുഡൻറ്റിനെയാണ്, നല്ലൊരു കുട്ടിയാണ് നമുക്ക് കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്. അപ്പം അത് നമ്മൾ വെറുതെ തള്ളിക്കളയാൻ പാടില്ല. അപ്പം വേറൊരാൾ പറയുന്ന കേട്ടതാണ്, ഈ ടീച്ചേഴ്സിന്, പ്രത്യേകിച്ച് അങ്ങനെ റാമെന്ന് പറയുന്നവന് ഈ കഞ്ചാവും കള്ളും അടിക്കുന്ന പിള്ളേരുമായിട്ട് ഭയങ്കര ക്ലോസാണ്. അവരെയാണ് അയാൾക്ക് ഇഷ്ടമെന്ന്. മനസ്സിലായില്ലേ? അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിനൊക്കെ അവിടെ ടീച്ചറായിട്ട് വരാൻ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവൻ്റെയൊക്കെ സ്വഭാവം, പെരുമാറ്റം ഇത് കണ്ടാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ ഇതിനൊക്കെ ശരിക്കും പഠിച്ച് വന്ന സാറുമാരാണെന്ന്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കൈക്കൂലി കൊടുത്ത് കയറിപ്പോയവരാണ്. അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഒത്തിരി സങ്കടമുണ്ട് എല്ലാവർക്കും. വീട്ടുകാർക്കും നാട്ടുകാർക്കും പഠിപ്പിച്ച ടീച്ചേഴ്സിനും കൂടെ പഠിച്ച പിള്ളേർക്കും എല്ലാം നല്ല അഭിപ്രായം. മനസ്സിലായില്ലേ? അപ്പം ഇതിനെല്ലാം നമുക്ക് ക്ലിയറാണ്. 100% നിതിൻ ആത്മഹത്യ ചെയ്തിട്ടില്ല. ആ ആപ്പ് ലോണിൻ്റെ കാര്യമേ മറന്നേക്ക്. ഇതൊക്കെ ഫാമിലിക്ക് അറിയാവുന്ന കാര്യമല്ല, ലോൺ എടുത്ത കാര്യമൊന്നും. മനസ്സിലായില്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. ആപ്പ് ലോൺ നീ ഇതിനകത്ത് എടുത്തിട്ട് ഈ കേസ് മുക്കാൻ നോക്കണ്ട ആരും. മനസ്സിലായില്ലേ? ഇത് കൊലപാതകം. ടെറസിൻ്റെ മേളിൽ നിന്ന്, ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പദവി ഉപേക്ഷിക്കുക. ഓക്കെ? പോലീസാണേലും മന്ത്രിയാണെങ്കിലും. ഈ മന്ത്രിയൊക്കെ എവിടെ? ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരു മന്ത്രിയെ എവിടെങ്കിലും കാണാനില്ലല്ലോ. അങ്ങ് അമേരിക്കൻ പ്രസിഡൻറ്റിനെ പോലെ, അമേരിക്ക എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ പോലാണല്ലോ ഇവൻ്റെയൊക്കെ. അതായത് ഇങ്ങനത്തെയൊക്കെ ചെറിയൊരു കേരളം, അമേരിക്ക പോലെ അത്ര വലിയ സംഭവമാണ്. ചെറിയൊരു കുഞ്ഞ് കേരളം എത്രയല്ലേ ഉള്ളൂ. ഇവിടെ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോൾ മന്ത്രിയൊക്കെ എവിടെ? ഇയാൾക്ക് ഒന്നും മിണ്ടുന്ന പോലും കാണുന്നില്ലല്ലോ ന്യൂസിൽ. ഇവരൊക്കെ ഒന്നും പറയുന്നില്ലല്ലോ ഇതിനെ പറ്റിയൊന്നും. ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഇത് ചത്തിരിക്കുകയാണോ ഇവരൊക്കെ? ഇങ്ങനത്തെയൊക്കെ ആൾക്കാരാണോ ഇങ്ങനെയൊക്കെ വലിയ പൊസിഷനിലൊക്കെ കൊണ്ടുവയ്ക്കേണ്ടവർ? എനിക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഞാൻ കേരളത്തിലല്ല ജീവിക്കുന്നത്. ആരാ? പിണറായി വിജയനല്ലേ? തോന്നുന്നു. എനിക്കറിയത്തില്ല, ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല ആരൊക്കെ അവിടെ സ്ഥാനത്ത് വന്നു പോകുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല ഗൈസ്. അപ്പോൾ ആരാണെങ്കിലും കൊള്ളാം. പക്ഷെ അവരൊക്കെ മിസ്യൂസ് ചെയ്യാണ്, അവരെയൊക്കെ ആ ഒരു പൊസിഷൻ മിസ്യൂസ് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? മനുഷ്യർക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ കേസ് ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകാൻ പാടില്ല. ഈ കേസ് മൊത്തം തെളിയിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? കൊലപാതകം അത് തെളിയിച്ചേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ നാട്ടുകാരായ മനുഷ്യർ ചെയ്യുക. ഓക്കെ? നിതിന് ജസ്റ്റിസ് ലഭിക്കണം. ഓക്കെ? അതുവരെ നമുക്ക് പോരാടിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇനി വീണ്ടും ഒരു നിതിൻ ഉണ്ടാവാൻ പാടില്ല കേരളത്തിൽ. ഓക്കെ? ഇതുപോലൊരു നിതിനും ഇനിയും ഉണ്ടാവാൻ പാടില്ല, മരണപ്പെടാൻ പാടില്ല. ഇതുപോലത്തെ കുറേ തറ ടീച്ചേഴ്സ് കോളേജുകളിലും സ്കൂളിലും വരാനും പാടില്ല. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ?
ടീച്ചറുടെ വീട്ടില് ടീച്ചറിൻ്റെ വീട്ടിൽ. ഓ, എന്തൊക്കെയാണ് ദൈവമേ. ഇതിന് ജസ്റ്റിസ് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ. മനസ്സിലായില്ലേ? പറ്റുമെങ്കിൽ ആ കോളേജ് ഒന്ന് പൂട്ടിക്കിട്ടു പ്ലീസ്. അതൊരു കോളേജല്ല, അതൊരു ക്യാമ്പസ് അല്ല, അതൊരു എന്താ പറയുക, ഒരു യൂണിവേഴ്സിറ്റി അല്ല. മനസ്സിലായില്ലേ? അത് വേറെ എന്തോ ആണ്. അവിടെ പഠിത്തമൊന്നും അല്ല നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ വേറെ പഠിത്തവും പഠിപ്പീരൊന്നും അല്ല അവിടെ നടക്കുന്നത്. അവിടെ വേറെ എന്തൊക്കെയോ ആണ് നടക്കുന്നത്. പിള്ളേരവിടെ കിടന്ന് വീർപ്പ് മുട്ടുകയാണ്. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഇതുപോലെയുള്ള നല്ല പാമ്പിടിച്ച നല്ല പിള്ളേർ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് പോയി അഡ്മിഷൻ എടുത്ത് ഇതെല്ലാം സഹിച്ച് അവിടെ നിന്ന് ക്ഷമിച്ച് പഠിച്ചുകൊണ്ടിരുന്ന കുറച്ച് നല്ല പിള്ളേരെ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം എന്തോത്തിന് അവിടെ പോകുന്നതെന്ന് ആർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പൂട്ടിക്കെട്ടുക പറ്റുമെങ്കിൽ. ഗവൺമെൻറ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, മന്ത്രി ആരാണെന്ന് വെച്ചാൽ ആ കോളേജ് ഒന്ന് പൂട്ടിക്കെട്ടുമോ പ്ലീസ്. നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും, അത് ഉറപ്പാണ്. ഗവൺമെൻറ്റിന് നഷ്ടം ഉണ്ടാവും. പക്ഷെ അതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ നേരത്തെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെക്കെതിരെ കംപ്ലയിൻറ്റ് വന്ന് ഇങ്ങനെ ഡിസ്മിസ് ചെയ്തതാണെന്നൊക്കെ നമ്മൾ കേട്ടു. പിന്നെ ഇങ്ങനെ തിരിച്ചെടുത്തു ജോലിയിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഡിസ്മിസ് ചെയ്യുക, തിരിച്ചെടുക്കുക. പിന്നെ എന്തോത്തിനും ആദ്യം ഡിസ്മിസ് ചെയ്തത്? അയാൾ പിരിച്ചു വിടണം, അപ്പോഴേ വിടണമായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷെ അതുകൊണ്ടും തീരുന്നില്ലല്ലോ. അവന് പണിഷ്മെൻറ്റ് അവിടെ കൊണ്ട് തീരുന്നില്ല. അപ്പോൾ നിതിനെ ഇവർ ഗൂഢാലോചന ചെയ്ത് മനഃപൂർവ്വം തള്ളിയിട്ട് കൊന്നതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എല്ലാ രീതിയിലും. ഇനി ഒഫീഷ്യലായിട്ട് അവർ തെളിയിച്ചാൽ മാത്രം മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ഓക്കെ, ഒന്നിച്ച് പൊരുതാം. കുറേ നല്ല മനുഷ്യരൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനിയും കേരളത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടതൊക്കെ ചെയ്യുക. ഓക്കെ, പാമ്പിടിച്ച മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുക. ജാതിയും മതവും കളറ് വിടടോ മനുഷ്യരെ. ഇതൊക്കെ ചാവാറായിരിക്കുന്നു എല്ലാവരും. മനസ്സിലായില്ലേ? ഇനി അധിക നാളൊന്നും ഈ ലോകം ഇല്ലടോ മനുഷ്യരെ. എന്താ നിങ്ങളൊക്കെ ഇതൊക്കെ മനസ്സിലാവാത്ത? ഇപ്പോഴും ജാതിയും മതവും ഇതും പിടിച്ചോണ്ടിരിക്കുക. ലോകം കണ്ടവരല്ലേ നിങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വിട്. ജാതിയും മതവും കളറും ഒക്കെ വിട്. മനസ്സിലായില്ലേ? ഒരു വെയിൽ കൊണ്ടാൽ കറക്കാവുന്നതേ ഉള്ളൂ ഈ വെളുപ്പൊക്കെ. ഓക്കെ, ജാതിയൊക്കെ പണ്ട് ആരാണ്ട് ഉണ്ടാക്കി വെച്ചത്, വേറെ ഇല്ലാത്ത കുറേ അവന്മാരുണ്ടാക്കി വെച്ച കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഒത്തിരി സംഭവങ്ങൾ, ആൺകുട്ടികളെ കൊണ്ട് പെൺപിള്ളേരെ അടിപ്പിക്കുക, നിതിൻ്റെ പേപ്പർ പാസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, അതിൽ മിസ്റ്റേക്സ് കണ്ടുപിടിച്ചിട്ട് ചിരിപ്പിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ട് ചിരിപ്പിക്കുക, ചിരിച്ചില്ലെങ്കിൽ അടിക്കുക. പക്ഷേ ഇതൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തില്ലേ ആ സമയത്ത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴേ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണ്ടേ? പൂട്ടിക്കെട്ടിക്കണമായിരുന്നല്ലോ ആ കോളേജ്. എനിവേ, എന്ത് പറയാനാ? പാവം പിടിച്ച നിതിൻ, അവൻ്റെ കുടുംബത്തിന് നഷ്ടമായി, അല്ലാതെ എന്ത് പറയാൻ അല്ലേ? എന്തായാലും ദൈവം എന്നൊരാളുണ്ടല്ലോ മുകളിൽ. ദൈവം എല്ലാം കാണുന്നു. ദൈവം എല്ലാവർക്കും കിട്ടേണ്ടത് ഒരിക്കൽ കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ. അതിന് യാതൊരു മാറ്റവും ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ, ഷെയർ ചെയ്യുക പ്ലീസ്. ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. പലരിലും ഞാൻ പറയേണ്ട പോലെ, എനിക്ക് പറയാൻ പറ്റുന്ന പോലെ, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അത് നിങ്ങളെല്ലാവരും എത്തിക്കുക പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് അത് എല്ലാവരിലും ഒക്കെ എത്തിയെങ്കിൽ ഒരു ഫുൾ സപ്പോർട്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റിസ് കിട്ടണം, നടപടി ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും കേരളത്തിൽ പറയാൻ. അപ്പം ഞാൻ ഇനിയും ഒരുപാട് വീഡിയോസ് ഇനിയും തൊട്ടിടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നാൾ എനിക്കിങ്ങനെ പറയണം ഓരോ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. ഒന്നും ഇങ്ങനെ സമയം കിട്ടുന്നില്ല. പിന്നെ ചില സമയത്ത് ഓരോ സിറ്റുവേഷനാണ്. അപ്പം ഇനി ഞാൻ ഇടും. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ കഴിവതും ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരിലും എത്തിക്കണം. ഓക്കെ,
അപ്പോൾ കണ്ടതെല്ലാവർക്കും നന്ദി. നിതിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവം സമാധാനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആത്മഹത്യ ചെയ്ത വേറെ പല കുടുംബത്തിന് വേണ്ടിയിട്ടുമൊക്കെ കണ്ണീരോടെ വിട പറയുന്നു. സോണി കേരള ഫ്രം UK. Bye-bye.